ആയിക്കോട്ടുകാരെ, ഞങ്ങൾ കൊടൈക്കനാലിലേക്കുള്ള യാത്രയിലാട്ടോ. അപ്പോൾ കൊടൈക്കനാൽ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക്. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാൽ പോകുന്ന വഴിക്ക് ഡം വ്യൂ പോയിന്റ് കണ്ടു കേട്ടോ. ഇവിടെ കയറാൻ 10 രൂപയാണ് എൻ്റർ ഫീസ്. ഇവിടെ കയറി കഴിഞ്ഞാൽ ഈ വ്യൂ ടവറിൻ്റെ മുകളിൽ കയറിയാൽ നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാം കേട്ടോ. ഈ മലനിരകളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. അങ്ങ് ദൂരെ മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണ് കാണുന്നത്. അതിമനോഹരമായൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഡം വ്യൂ പോയിന്റ് കണ്ടു കഴിഞ്ഞ് കൊടൈക്കനാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പോകുന്ന വഴിക്കൊരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വണ്ടി നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ തിരക്ക് നല്ലോണം ഉണ്ട്. അത് കാരണം ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തിയില്ല. ഞങ്ങൾ നേരിട്ട് കൊടൈക്കനാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് വണ്ടികൾ ഇവിടെ നിർത്തി, നല്ല തിരക്കുമാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ റോസ് ഗാർഡനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. കൊടൈക്കനാലിലെ ഗവൺമെൻറ് റോസ് ഗാർഡനാട്ടോ കാണുന്നത്. വലിയവർക്ക് 30 രൂപയാണ് ഫീസ്, കുട്ടികൾക്ക് 15 രൂപയും. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് റോസ് ഗാർഡനിൽ പ്രവേശിക്കാം. ടിക്കറ്റ് കൗണ്ടറാട്ടോ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് റോസ് ഗാർഡനിലേക്ക് പ്രവേശിച്ചു കേട്ടോ. ഇനി റോസ് ഗാർഡനിലെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. കൊടൈക്കനാലിലെ റോസ് ഗാർഡൻ കേട്ടോ. വെറൈറ്റി തരം റോസ് പൂക്കൾ ഇവിടെ ഉണ്ട്. തേയിലത്തോട്ടം പോലെ കേട്ടോ ഇവിടെ റോസാത്തോട്ടം കാണുന്നത്. പല തരത്തിൽ പല നിറത്തിലൊക്കെ ഉള്ള റോസാപ്പൂക്കളാണ് ഈ കാണുന്നത്. ചെടികൾ അനവധി റോസാ ചെടികളാണ്. തരം റോസ് ചെടികളാണ് ഇവിടുത്തെ ഫേമസ്. ഈ റോസ് ഗാർഡനിൽ ഒരുപാട് സബർജില്ല മരങ്ങൾ ഉണ്ടോ. ഇത് സബർജില്ല മരമാണ്. സബർജില്ലയാണ് ഈ ഉണ്ടായി നിൽക്കുന്നത്. മൂത്തിട്ടില്ല, ചള്ള് സബർജില്ലകളാണ്. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സബർജില്ല കേട്ടോ. അതിൻ്റെ മരം ഇലയൊക്കെയാണ് കണ്ടോളൂ. ഈ കാണുന്ന മരങ്ങളെല്ലാം സബർജില്ല മരങ്ങളാട്ടോ. ചെറിയ കായായിട്ട് സ്ഥലമാണ്. ഇവിടെ പെയിന്റിങ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ റോസ് ഗാർഡനിൽ നിന്ന് ഇറങ്ങി മോയർ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ മോയർ പോയിന്റിൽ എത്തിയിട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഉച്ച 1 മണിയായിരിക്കുന്നു. നല്ല കോടമഞ്ഞാട്ടോ ഇവിടെ കാണുന്നത്. നല്ല തണവുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചൂടും വെയിലൊക്കെ ആയിരുന്നു. ഇവിടെ ഇപ്പം നല്ല തണവാണ് അനുഭവപ്പെടുന്നത്.
അങ്ങനെ ഇവിടെ ടിക്കറ്റ് 10 രൂപ കേട്ടോ. ഈ അങ്ങനെ മോയർ പോയിന്റിലെ വ്യൂ ടവറിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ കയറിയാൽ ഈ പ്രകൃതി ഭംഗിയാണ് മെയിനായിട്ട് കാണാനുള്ളത്. നല്ല കോടമഞ്ഞാണ്. കോടമഞ്ഞ് കാരണം മലനിരകളൊന്നും കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്കും കോടമഞ്ഞാണ്. അങ്ങനെ ഞങ്ങൾ മോയർ പോയിന്റിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി പൈൻ ഫോറസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൈൻ ഫോറസ്റ്റിലെത്തി. ഇവിടെയും കയറാൻ 10 രൂപയാണ് ടിക്കറ്റ്. എല്ലായിടത്തും 10 രൂപ വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്പേസാണ്. അങ്ങനെ പൈൻ ഫോറസ്റ്റ് കണ്ടു കഴിഞ്ഞ് ഗുണാക്കേവിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. റോഡ് മുഴുവൻ ബ്ലോക്കാണ്. അപ്പോൾ ഇറങ്ങി നടക്കുകയാണ് ഗുണാക്കേവിലേക്ക്. വെറുതെ അല്ല ഇ പാസ് നിർബന്ധമാക്കിയിരിക്കണത്, അത്രയും ബ്ലോക്കാണ്. മണിക്കൂറുകളോളം ബ്ലോക്കായിരുന്നു റോഡ്. ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ വണ്ടിയിൽ ബ്ലോക്കായി പെട്ടു. അങ്ങനെ ഗുണാക്കേവ് എത്തിയിട്ടോ. അങ്ങനെ കൊടൈക്കനാലിലെ മഞ്ഞുമൽ ബോയ്സിലെ ഗുണാക്കേവിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഗുണാക്കേവിലേക്ക് കയറാൻ ഒരാൾക്ക് 10 രൂപയുടെ ടിക്കറ്റ്. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറാണ്. 60 രൂപ 6 ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഞങ്ങൾ ഗുണാക്കേവിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗുണാക്കേവിലെത്തിയിട്ടോ. മെയിൻ റോട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഇല്ല, ഒരു 300-400 മീറ്ററൊക്കെ ദൂരം ഉണ്ടാവും. ഇവിടെ നല്ല തിരക്കാട്ടോ. വെക്കേഷൻ ആയാലും നല്ല തിരക്കാണ്. അതാണ് ഇ പാസ് നിർബന്ധമാക്കിയിരിക്കുന്നത്. നമ്മൾ ആ സിനിമയിൽ കണ്ട വേരുകളൊക്കെ ഈ കാണുന്നത്. മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷും ടീമും ചാടിയ ഗ്രില്ലാട്ടോ കാണുന്നത്. ഈ വഴിക്കൂടെ അവർ ചാടിപ്പോയത്. ഇവിടുത്തെ കേവുകളെല്ലാം ഗ്രില്ലിട്ട് അടച്ചിരിക്കുക കേട്ടോ. ആൾക്കാർ വീടെഴുതിച്ചിട്ടുള്ള അടച്ചതാണ് ഈ കാണുന്ന ഇതൊക്കെ. അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ആളുകൾ നടക്കുന്നുണ്ട്. ആ കാണുന്നത് വ്യൂ ടവറാട്ടോ. അങ്ങനെ ഞങ്ങൾ വ്യൂ ടവറിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമുക്ക് വ്യൂ ടവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ മൂലയിൽ കാണുന്ന ഒരു കേവാണ് കേട്ടോ. കുറേ കേവുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവിടേക്കൊന്നും പ്രവേശനമില്ല. കോടമഞ്ഞാട്ടോ ആ ഭംഗി വരുന്നത്. അവിടെ നല്ലൊരു അഗാധ ഗർത്താണ്. അങ്ങോട്ട് മലനിരകളൊക്കെ അവിടെ കാണാം, പക്ഷെ കോടമഞ്ഞ് കാരണം കാണുന്നില്ല.
വ്യൂ ടവറിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാട്ടോ ഈ കാണുന്നത്. കോടമഞ്ഞ് ഒന്ന് കുറഞ്ഞപ്പോൾ ഉള്ള കാഴ്ചകളാണ്. മലനിരകളാണ് കാണുന്നത്. എന്തും മനോഹരമെന്നറിയോ. ാട്ടോ നിൽക്കുന്നത്. കോടമഞ്ഞ് വന്ന് അറിഞ്ഞു. അത് കാരണം അങ്ങനെ ഞങ്ങൾ ഗുണാക്കേവിൽ നിന്ന് മടങ്ങാണ് കേട്ടോ. ഇനി അടുത്ത പില്ലർ റോക്ക് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ് കേട്ടോ. പില്ലർ റോക്കാണ് എൻ്റെ കവാടാണ് കാണുന്നത്. അങ്ങോട്ട് പോകാൻ ഒരു പാകമില്ല. ഞങ്ങൾ ഇറങ്ങിയില്ല മഴ കാരണം. നല്ല മഴയും തണുപ്പാണ്. അങ്ങനെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഫ്ലെക്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ സൂയിസൈഡ് പോയിന്റ് ഒക്കെയാണ് വഴിക്ക് പോയാൽ. ഒരു നിവർത്തിയില്ല. 2 പോയിന്റിൽ ഞങ്ങൾ പോയില്ല. ഇവിടെ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും കേട്ടോ. അങ്ങനെ സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് പോകുന്ന ടീമാണ് കാണുന്നത്. ഒരുപാട് സൈക്കിളുകൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ലൈക്കിലെത്തി. ഇവിടെ ബോട്ടിങ്ങിനുള്ള ശ്രമത്തിലാണ്. 6 ആൾക്ക് 450 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിന് കയറാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിൽ കൂടെയുള്ള ബോട്ടിങ്ങിലാട്ടോ. അങ്ങനെ സമയം സന്ധ്യയായി തുടങ്ങി. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് പർച്ചേസൊക്കെ നടത്തി മടങ്ങാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ വിവിധ തരം ചോക്ലേറ്റുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ കൊടൈക്കനാൽ ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ ഉണ്ട്. പല തരത്തിലുള്ള ചോക്ലേറ്റുകളൊക്കെ ഉണ്ട്. കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ മടങ്ങാനുള്ള ശ്രമത്തിലാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ചായ മാത്രം മതി.